ശ്രീ അഞ്ജു പാർവതി, ഇപ്പോൾ നമ്മുടെ സംവിധായകൻ അദ്ദേഹം പറഞ്ഞത്, ജോസ് തോമസ് സർ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണില്ല. കാരണം ഫെഫ്ക എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകൾ അത് ഒരുപക്ഷെ ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമല്ല, ഈ ബി ഉണ്ണികൃഷ്ണൻ പോയി സധൈര്യം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണം ഒഴിവാക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ക്ലാസ്സുകൾ വരെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരോട് വളരെ മാന്യമായും അന്തസ്സോടെയും പെരുമാറണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഉള്ള സംഘടനകൾ എടുക്കുന്ന പല കാര്യങ്ങളും നമസ്കരിക്കപ്പെടും? നമ്മളൊന്നും പോലും അറിയുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത്. WCC പോലെയുള്ള സംഘടനകൾ താങ്കൾ പറഞ്ഞ കൃത്യമായ രാഷ്ട്രീയമുള്ള ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞ രീതിയിലുള്ള സംഘടനകളുടെ നിലപാടുകൾ മാത്രം എടുത്തു കാണിക്കപ്പെടുന്നതും എന്നുള്ളതാണ്. തീർച്ചയായും ഇത് അദ്ദേഹം പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനും അറിയുന്നത്. ഇങ്ങനെ ക്ലാസ്സുകളുണ്ട്, ഇങ്ങനെ വളരെ എന്താ പറയുക, നമ്മൾ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയൊക്കെ ഒരു ടീമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് സിനിമാ മേഖലയിലുള്ളതല്ല, പക്ഷേ നമ്മൾ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ അറിയാം. എന്നും നമ്മുടെ മലയാള സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരു കോക്കസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബെൽറ്റുകളാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഉണ്ണികൃഷ്ണൻ സാർ അങ്ങനെ അദ്ദേഹം കുറച്ച് പേര് ഇത് നന്നാക്കിയെടുക്കണം. കാരണം അത് വൻ വ്യവസായമാണ്. തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സിനിമാ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേരുടെ അന്നം, അത് അഭിനയിക്കുന്നവർ മാത്രമല്ല, അങ്ങേയറ്റത്തെ ലൈറ്റ് ബോയ്സ് തൊട്ട് തുടങ്ങുന്ന ഒരു ഇതാണ്. അതിങ്ങനെ ചെയിൻ ആയിട്ടുള്ള ഇതാണ്, നമുക്കറിയാം. അപ്പം ഇത് ഒരു തകർച്ച വന്ന് ഇങ്ങനെ വളരെ മോശം ഇതാണ് എന്ന് വന്ന് ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ അത് വളരെ മോശമായിട്ട് ബാധിക്കുമ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനെ വരരുത് എന്ന് കരുതി അതിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ സാറും അദ്ദേഹം ജോസ് തോമസ് സാറ് പറഞ്ഞ പോലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇതേയും ചർച്ചയ്ക്ക് വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു മീഡിയാസിലും വന്നിട്ടില്ല. അതാണ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ കാണിച്ചുള്ള പ്രൊമോഷൻസും അങ്ങനെ ഒരു കാര്യം വെച്ചാൽ WCCനെ പൊക്കി കൊണ്ടുവന്നിട്ട് WCC തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇതാ മലയാള സിനിമയിൽ സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾ ഇനി മലയാള സിനിമ സ്ത്രീകളുടേതായ ഒരു ഇടം കണ്ടെത്തിയിരിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതാണ് ചോദിക്കുന്നത്, ഈ 5 വർഷം അതിൽ ഈ ഒരു WCC വൻ പരാജയമാണ് എന്ന് തെളിയിക്കാനുള്ള കാര്യം തന്നെയാണ് ഈ 5 വർഷം ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് മിണ്ടാതിരുന്നതും. അതായത് ആരും നോക്കൂ, ഇന്നിപ്പോൾ ഹർജി ഹൈക്കോടതി വരും വരെയും അത് ക്വയറ്റാണ്. അത് ജൂലൈയിൽ പുറത്ത് വരും എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടായിരുന്നു. അത് 5 വർഷത്തിന് ശേഷം ജൂലൈയിൽ വരും എന്ന് പറഞ്ഞു. ജൂലൈയിൽ വരുന്ന സമയമായപ്പോഴേക്കും ആരോ മുന്നിട്ടിറങ്ങി. പക്ഷേ എനിക്ക് ഇപ്പോഴും ചോദിക്കുന്നത് WCC ഇതിനെതിരെ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? ഇപ്പം ഒരു ഹർജിക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്താനായിട്ട് എന്ത് ശ്രമങ്ങളാണ് WCC എടുത്തത്? ഇല്ല. WCCയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രമങ്ങളും ഉണ്ടാവില്ല. കാരണം WCCക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, WCC എന്ന് പറഞ്ഞ സംഘടന ഫോം ചെയ്യണതിന് പിന്നിൽ വ്യക്തമായൊരു അജണ്ടയുണ്ട്, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം WCCക്ക് അന്നും ശത്രുപക്ഷത്ത് കുറച്ച് പേര് താഴേക്ക് വരണം, കുറച്ച് പേര് മലയാള സിനിമയിൽ ഉയർന്നു വരണമായിരുന്നു. അതൊരു പക്ഷേ സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. നമുക്ക് ആ മേഖലയായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ജോസ് തോമസ് സാറും അങ്ങനെയുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും. ഏത് പക്ഷമാണ് തറന്നു പോകേണ്ടത്, ഏത് പക്ഷമാണ് ഉയർന്നു വരേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പം WCC എന്ന് പറഞ്ഞ സംഘടനയ്ക്കുള്ളിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. ആ സംഘടന ഫോം ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും WCC എന്ന് പറഞ്ഞ സംഘടന സ്ത്രീകൾക്ക് വേണ്ടി, സിനിമയിലുള്ള അസംഘടിതരായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് സംഘടന, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള വ്യക്തമായ സംഘടനകൾ പലതും ചെയ്യുന്നുണ്ട്, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് തീർച്ചയായിട്ടും കയ്യടി അർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോഴും ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ മേഖലയിൽ ഇങ്ങനെ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരും പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല? പക്ഷേ ഒരു പക്ഷത്തെ എപ്പോഴും താറടിച്ച് കാണിക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എപ്പോഴും നമുക്കറിയാം, മീഡിയാസിൽ വരുന്നൊരു കാര്യമാണ് കാസ്റ്റിംഗ് കൗച്ച്, എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാമെന്ന് പല നിർമ്മാതാക്കൾക്കും സംവിധായകരോടും ഞാൻ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അത്തരം അവസരങ്ങൾ അങ്ങോട്ട് ചോദിച്ച് മേടിക്കുക. അപ്പോൾ അന്നേരം തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ഒരു കൺസെൻറ്റിൻ്റെ വിഷയം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല എന്ന് പറയുമ്പം 80+ ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്ഷൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അയാൾക്കൊപ്പം പോകാം എന്നുള്ളൊരിത് അവിടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായി ഇതിൽ തന്നെയാണ് നമുക്കറിയാം റീസെൻ്റായിട്ടുള്ള ഒരു സംവിധായകനെതിരെ വരെ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ കിടക്കാൻ തയ്യാറാണ് ഞാൻ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കൂടെ പോയിട്ട് പിന്നീട് എനിക്ക് അടുത്ത സിനിമയിൽ അവസരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മീ ടു ആരോപണമായിട്ട് വന്നിട്ട് സ്ത്രീ സുരക്ഷകൾ, അതായത് നിയമം വെച്ചിട്ട് പുരുഷന്മാരെ
ശരിക്കും അവരുടെ ആ ഒരു എന്താ പറയുക വിമൻ കാർഡ് ഇറക്കുന്ന ആ ഒരു വിഷയം കൂടെ ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ ചർച്ചയിൽ അത് പറയണം. കാരണം നമ്മൾ മീറ്റു ആരോപണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെയാണ് മറ്റൊരു വിഷയം, ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ സ്വകാര്യത, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സ്വകാര്യതയാണ്. നമ്മളിവിടെ അതിജീവിത എന്ന് പറയുന്നു, അവർ ആരോപിക്കപ്പെട്ട അതായത് പീഡിപ്പിക്കപ്പെട്ട നടി അതിജീവിത. പക്ഷേ അദ്ദേഹത്തിനെതിരെ ആ അതിജീവിതയ്ക്കെതിരെയായിട്ട് നിൽക്കുന്ന ദിലീപ്, അദ്ദേഹത്തിനെ കോടതി ഈ നിമിഷം വരെയും ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച, ഇതെല്ലാം അവിടെ പേര് വെളിയിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ട് ആ രണ്ട് നീതി? അപ്പം ശരിക്കും നമ്മൾ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജോസ് തോമസ് സാറ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടൊരു വിഷയമുണ്ട്. സ്വകാര്യതകൾ മാനിക്കപ്പെട്ടിട്ട് തന്നെ കുറേ ആൾക്കാർ ഓരോരുത്തരെ കുറിച്ച്, അത് സിനിമയ്ക്കകത്ത് തന്നെ ചില സൈറ്റുകളിൽ, സിനിമാ സൈറ്റുകളിൽ ചിലർ വളരെ വൻ രീതിയിലുള്ള ചൂഷണം നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ ആരാണത് പറഞ്ഞു എന്നുള്ളത് പുറത്ത് പറയണ്ട, പക്ഷെ ആർക്കെതിരെയാണെന്നുള്ളത് പുറത്ത് സംസാരിക്കാമല്ലോ. ഈ പുറത്ത് വിടാതെ തന്നെ ആ സിനിമയ്ക്കകത്തുള്ളവർക്ക് ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നാലല്ലേ ആരാണ് ശരിക്കും ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ അവിടെ നിൽപ്പുള്ളത്. കാരണം ഇനി അടുത്ത കുട്ടികൾക്ക് ഈ മേഖലയിൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യേണ്ടവരല്ലേ. അഭിനയിക്കുന്നവർ മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, ഒരു ഭയമില്ലാതെ ഈ മേഖലയിലേക്ക് പോകണ്ടേ. അപ്പം കൃത്യമായിട്ട് അവിടെ ആരാണ് ഈ സിനിമാ മേഖലകളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുന്നത് ആരാണെന്ന് അറിയേണ്ടതല്ലേ. അപ്പം ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് തന്നെയാണ് വന്നിരിക്കും. പക്ഷെ എനിക്കറിയില്ല എന്തായിരിക്കും എന്ന്. നമ്മുടെ കേരളമാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു പ്രഹസനമായിട്ട് കൊണ്ടുവന്ന് സർക്കാരിനെ മുഖം രക്ഷിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി കൊണ്ടുവരുന്നു. 5 വർഷം അത് മിണ്ടാതിരിക്കുന്നു. അതായത് കമ്മിറ്റി ഒരൊപ്പം തന്നെ WCCക്കൊപ്പം കാണിക്കുകയാണ്. ഈ WCCയിലുള്ള മെമ്പേഴ്സിന് ഇവർക്ക് ഉയർത്തി കാണിക്കണം. സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവരുടെ സർക്കാരിൻ്റെ ഒരുപാട് പരിപാടികളിൽ അവർ ഉയർത്തി കാണിക്കണം. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാത്രി നടത്തങ്ങൾ, സെലിബ്രിറ്റി രാത്രി കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നടക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല. അപ്പോൾ അവർക്ക് ഉയർത്തി കാണിക്കാൻ സെലിബ്രിറ്റി മുഖം വേണം. അപ്പോൾ അവർക്കൊപ്പം തന്നെ ഇവർ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഉണ്ടാക്കിയ കമ്മിറ്റി ആവാം. അവർക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പച്ചക്കൊടി കാണിച്ചവർക്ക്, അത് സർക്കാരിൻ്റെ ഭരണപക്ഷത്തുള്ളവർക്ക് ഒരിക്കലും ഇത് കൊണ്ടുവരണ്ട എന്ന് ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു കാണാം. അതൊക്കെ തന്നെയല്ലേ വരുന്നത്. കാരണം മുന്നേറ്റം പ്രോഗ്രസീവായിട്ടുള്ള കേരളത്തിൽ ഒരു ഇങ്ങനത്തെ ഒരു കാര്യത്തിന് 5 വർഷം എടുത്തു. ആ കാലതാമസം തന്നെയാണ് ഏറ്റവും മോശം, ഏറ്റവും പിന്തിരിപ്പൻ എന്ന് തന്നെ പറയേണ്ടി വരും.